എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ രണ്ട് സാമ്പത്തിക വിദഗ്ധരെക്കുറിച്ചാണ്. കേരളം ഭരിച്ചവരും മുൻ ഇടതുപക്ഷത്തിൻ്റെ ധനമന്ത്രിയും ഇപ്പോഴത്തെ ധനമന്ത്രിയും കുറിച്ചാണ്. അവർ കാണിച്ച പരിഷ്കാരങ്ങൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നു. ഓരോരുത്തരും അവരുടേതായ കഴിവുകൾ തെളിയിപ്പിച്ചു. ആദ്യ ടൈമിലുണ്ടായിരുന്ന ശ്രീ തോമസ് ഐസക്, അങ്ങനത്തെ കുറേ പരിഷ്കാരങ്ങൾ അതിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ടൈം കഴിഞ്ഞു, മറ്റൊരാൾ വന്നു, അദ്ദേഹത്തിൻ്റെതായ ശൈലികൾ നടത്തുന്നു. ഇത്ര മോശമായ ഒരു സാമ്പത്തിക സ്ഥിതി ഇവരിലൂടെ ഉണ്ടായതിന് നാം ആദ്യം അവാർഡ് കൊടുക്കേണ്ടത് ഈ മന്ത്രിമാർക്കാണ്. അതിലും വലിയ അവാർഡ് കൊടുക്കേണ്ട ഈ മന്ത്രിമാരെ നിയമിച്ച ക്യാപ്റ്റനുമാണ്. അവർ അതിനും മടിക്കാതിരിക്കില്ല. ഈ വാർഷിക മേളയിൽ ഇങ്ങനെ ഇവരെ വിളിച്ച് പുരസ്കാരം കൊടുത്താൽ തന്നെയും അതിൽ അതിശയിക്കാനില്ല. കേന്ദ്രത്തിൽ നിന്ന് രാവിലെ എഴുന്നേറ്റിരുന്ന് ലോൺ എങ്ങനെ കിട്ടുമെന്ന് നോക്കി അവരെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ഫണ്ട് ഇവിടെ വന്നാൽ ഇവരെന്ത് പ്രോജക്റ്റിനാണ് വാങ്ങുന്നത് ആ പ്രോജക്റ്റിലേക്കല്ല ഇവർ ചിലവഴിക്കുന്നത്. അത് ആ ഫണ്ട് മാറ്റി മറ്റെവിടെയെങ്കിലും അവർ ചിലവഴിക്കും. ഇപ്പോൾ തന്നെ നോക്കുക, ഈ കാട്ടിക്കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടുന്ന ആഘോഷ പരിപാടികൾ എത്രയോ കോടികളാണ് ചിലവഴിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ആവശ്യം? എന്ത് നേട്ടമാണ് ഇതിലുള്ളത്? കുറേ കൺട്രാക്ടർമാർക്കും കുറേ പത്രക്കാർക്കും കുറേ കേറ്ററിംഗ് കമ്പനിക്കാർക്കും കുറേ വടികൾ മറ്റേ ഈ ആഘോഷമൊക്കെ സംഘടിപ്പിക്കുമല്ലോ, റിയാലിറ്റി ഷോ ഒക്കെ നടത്തിപ്പിക്കുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് അവർക്കുമായിട്ട് അങ്ങോട്ട് കൊടുക്കും. കുറേ കമ്മീഷനൊക്കെ പോകും. പാപം പോണത് കഷ്ടപ്പെട്ട് നികുതിയായിട്ട് കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് ഇതെല്ലാം അടിച്ചു മാറ്റുന്നത്. എന്നിട്ട് നേരത്തിന് പൈസ കൊടുത്തില്ലെങ്കിൽ കേന്ദ്രത്തിന് ചീത്തയും പറയും. ഇങ്ങനൊരു ചീഞ്ഞു നാറിയ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുന്നതിൽ ഇവർക്ക് യാതൊരു കുഴപ്പമില്ല. നേരം വെളുത്താൽ കുറേ അവതാരങ്ങളുടെ കുറേ കളർ ഫോട്ടോ എഡിറ്റ് ചെയ്ത പത്രത്തിൽ ആ ഫോട്ടോ വലുതാക്കി വെച്ച് പദ്ധതികളെ ചെറുതായിട്ട് എഴുതി കാണും. കാരണം അത് നടക്കുന്ന പദ്ധതികളല്ല, നടക്കാൻ പോണ പദ്ധതികളൊക്കെ കാട്ടിക്കുട്ടി ആ ഫോട്ടോകൾ കാണുമ്പോൾ അന്നത്തെ ദിവസം ഔട്ടാണ്. ആരാ ഫോട്ടോ വിഷയം അന്ന് 7 ഐറ്റമൊക്കെ ദൂരെ അന്ന് കഞ്ഞിക്കരി വരെ കിട്ടത്തില്ല. ഇതൊക്കെയാണ് കാരണം അതാണല്ലോ കാട്ടിക്കൂട്ടുന്ന ഓരോ കോമാളിത്തരങ്ങളും. അതുകൊണ്ട് നമ്മൾ ഈ ജനം സഹിച്ചേ പറ്റൂ. ഇവർക്ക് എന്തിനും അവസാനം കൊട്ടാവുന്നുള്ളൊരു സ്ഥാനമാണ് അങ്ങോട്ട് ഡൽഹി കേന്ദ്രമന്ത്രിയെ. അവരത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല. ഇനി വേണമെങ്കിൽ കോടതിയിലും പോകും വല്ല കേസ് കൊടുക്കാൻ വേണ്ടി. ഇതെന്തിനാണ് ഈ വാങ്ങുന്നത്? എന്തായിരുന്നാലും അവർ കൊടുത്തതിന് അധികമായിട്ടാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ കേന്ദ്രം ശരിക്കൊരു സോഫ്റ്റ് കോർണർ ഇവർക്കുണ്ട്. കാരണം അവർക്ക് ഈ ഭരണപക്ഷി ആവശ്യമുണ്ട് കേന്ദ്രത്തിന്. അതുകൊണ്ട് ആദ്യം നമ്മളോട് വീമ്പിളക്ക് കിട്ടത്തില്ല, പിന്നെ അവസാനം ഒരു കൊടുക്കും. അത് അനാവശ്യമായിട്ട് ചിലവഴിക്കും. ഇനി അടുത്ത ഏതെങ്കിലും മന്ത്രിസഭ പുതിയതായിട്ട് വന്നിട്ട് അധോഗതി, അവരുടെ അധോഗതിയാണ്. പിന്നെ അവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തിയാൽ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവരാണ് അന്ന് പ്രതിപക്ഷത്താണ് വരുന്നെങ്കിൽ അന്ന് ആ സെക്രട്ടറിയേൻ്റെ അവിടെ എല്ലാം മൊത്തം മലമൂത്ര വിസർജനം. ഇവരുടെ ഏറ്റവും വലിയൊരു തരികിട പരിപാടി ഇതാണ്. പ്രതിഷേധിക്കാൻ പറ്റിയത് ആൾക്കാരെ കുറച്ച് ഇളക്കും, അതിനെക്കുറിച്ച് ബിരിയാണി അതെല്ലാം കൂടെ ലൂസ് മോഷൻ വരുന്ന രീതിയിലാക്കിയിട്ട് സെക്രട്ടറിയുടെ 4 വയസ്സാകും മലമൂത്ര വിസർജനം അങ്ങോട്ട് തുടങ്ങും. അപ്പം പിന്നെ മനുഷ്യനതിനെ വഴി നടക്കാൻ പറ്റിയില്ല. പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി ഇറങ്ങാൻ വേണ്ടതിൻ്റെ ശരീരം പെണ്ണിനും കൊണ്ട് കളിച്ചിട്ട് കാണിച്ച ഈ കോപ്രായത്തരങ്ങൾ ഇന്നും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. എന്നിട്ടും കേരളത്തിലെ ജനങ്ങൾ അവരെ ജയിപ്പിച്ചു, ഇപ്പോഴും ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും വന്നില്ല. ഇനി മാറ്റം വരുമോ എന്തോന്ന് അറിയില്ല, അത് ജനം തീരുമാനിക്കട്ടെ. ഇനി നമ്മളുടെ ഈ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
യാതൊരു പ്രധാനപ്പെട്ട പ്രവൃത്തികളും ഒന്നും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാശില്ല. ആ ആശാ വർക്കർ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ വേണ്ട റോഡ് നടക്കുക, അത് എന്താണെന്ന് അറിയില്ല. ഇപ്പം കണ്ട് ഇന്നലെ ഇടയ്ക്ക് കേട്ടെന്തോ വലിയൊരു കമ്മിറ്റി വയ്ക്കുന്ന, അതിനൊരു 3 മാസത്തെ ടൈം കൊടുത്ത് അപ്പോഴത്തേക്ക് കുറച്ച് നേരം അങ്ങോട്ട് പോകും. അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് ഒരു 3 മാസം വരെ ഇനിയൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവർക്ക് ഒന്നുമില്ല. അത് വേറൊരു ക്യാരക്ടേഴ്സാണ്. ഈ ആരോഗ്യമന്ത്രിയെ സാധിക്കുകയാണെങ്കിലല്ല മെഡിക്കൽ കോളേജിലൊന്ന് പോകണേ. നിങ്ങൾ ആ പല വാർഡുകളിപ്പോൾ ആ സ്റ്റെയർ വഴി ഒന്ന് നടക്കണം. സ്റ്റെയർ വഴി ഈ കൈ പിടിച്ച ഈ രോഗികൾ വിറച്ച് വരുമ്പോഴേ അതെല്ലാം ആ സ്റ്റെയിലേഷൻ്റെ കുറച്ച് ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട്, സ്റ്റെയർ ഗ്രിൽ, അതെല്ലാം ആഡ് ചെയ്യാണ്. എപ്പോഴാണ് അവിടെ നിലംപതിക്കാമെന്ന് അറിയില്ല. സോ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ആ സെക്യൂരിറ്റിക്കാർ, ആ ഫയർഫോഴ്സിന് എപ്പോഴും അവിടെ ഒരു വണ്ടിയും, ആ ഫയർഫോഴ്സിൻ്റെ ഒരു റെസ്ക്യൂസ് വണ്ടിയും കുറച്ച് അംഗങ്ങളെ അവിടെ ഇട്ടേക്കണം. കാരണം അവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. കാരണം കണ്ടീഷൻ അതാണ്. ഞാൻ ഈ ഇടയ്ക്കൊന്ന് അവിടെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങളാണ്. ഞാനത് പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന്. എന്ത് വീഡിയോ ചെയ്തിട്ടൊന്നും കാര്യമില്ല, എങ്കിലും പറഞ്ഞു പോവുകയാണ്. സാധിച്ചാൽ ആ ഫയർഫോഴ്സുകാരെ ഒന്ന് കംപ്ലീറ്റ് പോയി നോക്കി അവരെ ഡെയിലി അപ്ഡേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ പറയണം. ഇല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ആ കോണിപ്പടിയിൽ നിന്ന് ഈ ഹാൻഡ് റെയിൽ അതെല്ലാം ഇങ്ങനെ ആഡ് ചെയ്യേണ്ട, വെൽഡിംഗ് എല്ലാം പോയി. ആരെങ്കിലും അതിലാൾക്കാർ അങ്ങോട്ട് തട്ടി വീഴും, ആൾ മരിക്കും. അത് ഇവർക്കൊരു ആ നേരത്തിന് ഒരു എൻക്വയറിയും വയ്ക്കും. ഇതിവരുടെ സ്ഥിരം പലവിയാണ്. കാരണം ഈ ആരോഗ്യമന്ത്രിക്ക് ഇതിനൊന്നും നേരമൊന്നുമില്ല. അവർ വേറെന്തോ ലക്ഷ്യം ഇതായിട്ട് വെക്കുന്നത്. അവർക്കും ഇപ്പോഴും ഒരു ലെവലുകളില്ലാത്ത ലക്ഷ്യബോധത്തിലാണ് അവരുടെ യാത്ര. അവർ പല പദ്ധതികളും പലയിടത്തും ഇത് അവിടെ വരുന്നു, ഇവിടെ വരുന്നു, ഇപ്പോൾ ഇത് ചെയ്യും, അത് ചെയ്യും, വന്ന് അവരിങ്ങനെ നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി കണ്ടത് ഈ ആശാമാരെക്കുറിച്ച് എന്താണോ എന്ന് തോന്നുന്നു, പഠിക്കാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും അവരതിൻ്റെ റിപ്പോർട്ട് തരിക്കും. അത് 3 മാസം സമയം. എന്ത് 3 മാസത്തെ സമയമാണ്? കൂടിപ്പോൾ അവർ 10 ദിവസത്തെ പണിക്കാനും 3 മാസം അങ്ങനത്തെ സമയം നീട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കുറച്ചുകൂടെ ഫ്രീ ആയി കിട്ടും. ഇത്രയേ ഉള്ള കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവർ ഈ അനാവശ്യ ചിലവുകൾ വെട്ടിക്കുറയ്ക്കാനോ യാതൊരു തീരുമാനമില്ല. അവർക്കിപ്പോൾ ഈ ഏറ്റവും പ്രധാനം ഈ കിട്ടുന്ന സമയം കൊണ്ട് ഇവർ നടത്തിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിൽ കാട്ടിക്കൂട്ടിയതെന്ന് അവർക്കൊന്ന് പറഞ്ഞ് കേൾപ്പിക്കണം. അതിനിപ്പോൾ ഇല്ലാത്ത പ്രോജക്റ്റിനും കാട്ടിക്കൂട്ടി വികസിപ്പിച്ച് കാണിക്കാൻ നമ്മുടെ ഒരു ആരോഗ്യമന്ത്രിയുണ്ട്. അത് ഇതിനെല്ലാം കഴിവുള്ളൊരു മനുഷ്യനെ ഇല്ലാത്ത പ്രോജക്റ്റിനും ഉണ്ടെന്ന് അയാൾ എഴുതി ചേർത്തോളും. പിന്നെ അത് മിസ്റ്റേക്കായിപ്പോന്ന് പറയും. അതിങ്ങനെ കാണുന്നു. എന്തായിരുന്നാലും ഈ ഭരണകൂടം ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ പ്രിൻ്റ് മീഡിയക്കാരാണ്, പത്രക്കാരെയാണ്. കാര്യം അവർക്ക് ഏറ്റവും കൂടുതൽ കോളടിക്കുന്നത് ഇവരുടെ വാർഷികത്തിൻ്റെ പരസ്യങ്ങളും മറ്റു ഉദ്ഘാടനത്തിൻ്റെയും ഇതൊക്കെയാണ് മൊത്തം. അതും കളർ ഫോട്ടോയിൽ പിടിക്കുക, ഈ കുറേ മുഖങ്ങളെയൊക്കെ അങ്ങോട്ട് കാണിക്കും. ഇതാണ് ഇവരുടെ ഏറ്റവും സ്ഥിരം പരിപാടി. ഇപ്പോൾ കണ്ട ഭക്ഷ്യമേള, ആ മേളയ പ്രദർശന മേള എന്തൊക്കെയുണ്ട്. എന്താണ്? നത്തിങ്. ഇതിൽ ആർക്ക് എന്ത് ഗുണം കിട്ടാനാ? ഒരു ഗുണവും കിട്ടത്തില്ല. കുറേ ചിലവുകൾ എഴുതിത്തല്ലാം. അവിടെ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ പൈസ കണ്ട് അതിൽ കുറച്ച് കൊടുക്കുമോ എന്തൊക്കെയോ പറഞ്ഞ് കേൾക്കുന്നു. അതൊക്കെ ഇവരവിടെ ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ ഈ കേന്ദ്രത്തിലെ ധനകാര്യം ഒന്ന് സ്ട്രിക്റ്റ് ആകുന്നു, അന്ന് തീരും ഇവിടുത്തെ ഈ ആർഭാടങ്ങളെല്ലാം. ഇവരെന്തർത്ഥത്തിനാണ് ഈ 100-ലധികം കോടി ഇപ്പോൾ ഈ വാർഷികത്തിനായി ചിലവഴിക്കുന്നത്? ആരുടെ പൈസയാണ്? പാർട്ടി പൈസയാണോ? ഇത് ഗവൺമെൻറ് നടക്കുന്ന പൈസ. ഇനിയിപ്പോൾ ഇതില്ലാതെ പിരിവെടുക്കുന്ന കുറേ പൈസ, അതിൻ്റെ കണക്ക് കാണൂല. അത് ഓഡിറ്റിംഗ് ഇല്ലാത്തതാണ്. അത് വേറൊരു ലെവലിൽ അങ്ങ് പൊക്കോളും. എന്തായിരുന്നാലും അവർക്ക് എത്ര വേണമെന്ന് ചെയ്തോട്ടെ. ഇത് മാസങ്ങളല്ലേ ഉള്ളൂ. ചുരുക്കം നാൾ കൊണ്ട് ഇവർക്കെല്ലാം പരസ്യം കൊടുക്കണം, വാർഷികം നടത്തണം, പൈസ പിരിക്കണം. അവരാകപ്പാടെ തിരക്കാണ്. സോ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് പറയാനുള്ളത് പഴയ സാമ്പത്തിക വിദഗ്ധനായ ശ്രീ തോമസ് ഐസക്, ഇപ്പോഴത്തെ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന ശ്രീ ബാലഗോപാൽ അവറുകൾ, ഇവർക്ക് നമ്മൾ എന്തായിരുന്നാലും മനസ്സുകൊണ്ടെങ്കിലും ഒരു അവാർഡ് കൊടുക്കണം.
കാരണം ഇവർ ധനമന്ത്രിയല്ല, ഇവർ രണ്ടും വിളിക്കേണ്ടത് കഴിവുള്ള കടമന്ത്രിമാരായിട്ട് കാണണം. കടമന്ത്രി അല്ല, ധനമന്ത്രിയല്ല. സോ എല്ലാവരും ഇനി നമുക്ക് ഈ ധനമന്ത്രിക്ക് പകരം കടമന്ത്രി എന്ന് കാണുക. അപ്പോൾ പിന്നെ ശല്യമില്ല, അവർ കടത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. ഇതിൽ പറഞ്ഞ് നമ്മൾ തളരത്തേ ഉള്ളൂ, നമ്മളെ നാണം കെടുത്ത്. ഇവർക്കൊന്നും നാണക്കേടൊന്നുമില്ല. എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തെങ്കിലും ഇവർക്ക് വല്ല ലോൺ കിട്ടാൻ നമുക്കും ഒന്ന് പ്രാർത്ഥിക്കാം. കേരളം എന്തെങ്കിലും ശ്രീ നിർമ്മല സീതാരാമൻ എന്തെങ്കിലും ഇവർക്ക് വേണ്ടി ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം എന്തായിരുന്നാലും അവർ തമ്മിൽ അന്തർധാരകളുണ്ട്. അതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ റോളും ഇവിടെ വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിന് അറിയാം ഇവിടെ എന്ത് നടക്കുന്നത്. അങ്ങനെ ഒരു ബിസിനസ്സുകാരനാണ്. ഈ ബിസിനസ്സിൻ്റെ പോക്ക് കാണുമ്പോൾ അദ്ദേഹം വേണ്ട ഇൻഫർമേഷനെല്ലാം കേന്ദ്രത്തിൽ കൊടുക്കാറുണ്ട്, ഡിസ്കഷൻ ചെയ്യാറുണ്ട്. പിന്നെ ഇവർക്ക് കോൺഗ്രസ്സിനെ മുട്ടണമെങ്കിൽ BJPക്ക് ഇപ്പോഴത്തെ ഭരണപക്ഷത്തെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവർ കുറച്ച് സോഫ്റ്റ് കോർണറായിട്ട് നടക്കുന്നത്. നടത്തിക്കോട്ടെ, എല്ലാത്തിനും ഒരവസാനം ഉണ്ടാകും. ഫോർ എവറിത്തിങ് ദർ ഇസ് എൻ എൻഡ്. ഇനി ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്തുകയാണ്. മറക്കരുത്, ആരോഗ്യമന്ത്രി പ്രധാനമായി അർജൻറ്റായിട്ട് ഫയർ റെസ്ക്യൂ സംഘടന അവരോടൊന്ന് പറയുക, അവരുടെ ചാർജുള്ളവരോട് പറയുക, ഒന്ന് മെഡിക്കൽ കോളേജിൽ പോയി എല്ലാ സ്റ്റെയർ കേസും ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം കൂടെ ഈ ഷേക്കായി വെൽഡിങ് പോയതെല്ലാം ഉള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിപ്പയർ വർക്ക് ചെയ്യാൻ. അതില്ലെങ്കിൽ ആരെങ്കിലും ആ സ്റ്റെയർ കേസുമായിട്ട് ആൾ നിലംപതിക്കും, അവരുടെ ജീവനം നഷ്ടപ്പെടും. അത് ആരോഗ്യമന്ത്രി ഇല്ലെങ്കിൽ ഒന്ന് ചെയ്യണം. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തതാണ് മന്ത്രി, നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ പരിവാരത്തെയും കൂട്ടി ഒന്ന് പോയി ഷേക്ക് ഉണ്ടോ വല്ലതും ഉണ്ടോ നോക്കൂ. ഇനി വേണമെങ്കിൽ ഇനിയിപ്പോൾ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം വല്ല വെൽഡിങ് ചെയ്തല്ലോ ഉറപ്പിച്ചെങ്കിൽ എങ്ങനെയായിട്ടും ഉറപ്പിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ മേയറമ്മ ഉണ്ടല്ലോ, മേയറമ്മ എന്ന് വിളിക്കാൻ കാരണം മുമ്പിൽ മേയറൂട്ടി എന്ന് പറയും, ഇല്ല പെങ്ങളൂട്ടി എന്നൊക്കെ പറയും. ഞാൻ മേയർ അമ്മയെന്ന് വിളിക്കും. കാരണം പ്രായമില്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത സ്ത്രീയാണല്ലോ, അതുകൊണ്ട് മേയർ അമ്മ വിളിക്കുന്നു. മേയർ അമ്മ സാധിച്ചാൽ, ഞാൻ മുൻപൊരു വീഡിയോയിലും പറഞ്ഞു, ആ പള്ളിമുക്കിലുള്ള ഒരു പൊളിഞ്ഞ വെയിറ്റിംഗ് ഷെഡുണ്ട്. മഴ പെയ്താൽ നേരെ നിൽക്കുന്നവർക്ക് മൊത്തം അവർ നനയും. വെയിൽ വന്നാൽ അതിലും ആ കൂരയെല്ലാം ഇളകി കിടക്കുകയാണ്. അതല്ലാണ്ട് ആ ഷെഡ് ഉണ്ടാക്കിയത് പഴയ നമ്മുടെ ആരോഗ്യമന്ത്രി ശിവകുമാറിൻ്റെ സമയത്ത് അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പേരൊക്കെ കുറച്ചൊക്കെ പൊളിഞ്ഞു പോയി. അപ്പോൾ ഒന്ന് പുതിയ ബോർഡൊക്കെ വെച്ച് ഈ മന്ത്രിയുടെ പേരൊക്കെ ഒന്ന് എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ അവിടുത്തെ കൗൺസിലർ ആരാണെന്നറിയില്ല, CPM ആണോ കോൺഗ്രസ് ആണോ BJP ആണോ അറിയില്ല. ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് കാത്തലിക് സിറിയൻ ബാങ്കിനോട് ചേർന്നിട്ടുള്ള ബസ് സ്റ്റാൻഡ്, ആപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പ്, അതായത് പള്ളിമുക്ക് ബസ് സ്റ്റാൻഡ്. ആരോഗ്യമന്ത്രി അതിലെങ്ങാനും റൂട്ടടിക്കുമ്പോൾ ഒന്ന് പോയി നോക്കുക. കാണാം വീണ്ടും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.